കാർത്തികേയൻ മുരിങ്ങൂർ. അതാണ് ചേട്ടന്റെ പേര്. എങ്ങനെയാണ് അത് ഇൻസ്പിറേഷൻ? എനിക്ക് എമ്മൻ കാർത്തികേയൻ എന്ന് വന്നപ്പോ എല്ലാവരും അങ്ങനെ ഒരു തോന്നല്. പക്ഷെ എനിക്ക് ഇൻസ്പയർ ഗംഭീര നടനാണ്, അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷെ എവിടെയോ ഇതുവരെ ലാലായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റണില്ല. കാരണം എന്താ അറിയോ, ഞാൻ ബേസിക് ചിത്രകാരനാണ്. ഞാൻ പഠിച്ചിരിക്കുന്നത് പെയിന്റിംഗ് ആണ് പഠിച്ചിരിക്കുന്നത്. അതിന്റെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു. പിന്നെ സ്കൂളിൽ ഞാൻ കലാധ്യാപനമായിട്ടാണ് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ കാണുമ്പോൾ വന്ന് പലരും പരിചയപ്പെടും, ലാലാണോ നമുക്ക് ചോദിക്കും. അപ്പം ഞാൻ ലാലേട്ടന്റെ ഒരു ഡയലോഗ് പറഞ്ഞ് ഞങ്ങളെ കാണട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ടെ. എന്താ സംബന്ധിച്ചാൽ ശരിക്ക് മോഹൻലാലിൻ്റെ ഒരു മിമിക്രി എടുക്കാൻ കാരണം ഞാൻ ബേസിക് ചിത്രകാരനായതുകൊണ്ട് മിമിക്രിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ പണ്ട് നമ്മൾ ക്യാമ്പുകളൊക്കെ കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് എടുത്തുമ്പോൾ നമ്മളിങ്ങനെ ക്ഷമ ചോദിക്കാൻ ആൻസി. അപ്പോൾ ഞാൻ എന്താ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോൾ ക്യാമ്പ് ഇൻട്രസ്റ്റ് ആക്കാനായിട്ട് നമ്മൾ പറയും പഴയ ലാലേട്ടൻ, നാണം കുടുങ്ങിയ ലാലേട്ടൻ. അപ്പം ക്ഷമ ചോദിക്കാൻ ആൻസി എന്ത് തെറ്റാണ് ചെയ്തത്, എഴുതിയെടുത്തത് പോലെ വായിക്കണ പോലെ നമുക്ക് തോന്നാതെ ഫീൽ ചെയ്യാറുണ്ട്. കഴിഞ്ഞില്ല. പിന്നെ ലാലേട്ടൻ വളർന്നു, താരമാകുന്നു, താരരാജാവാകുന്നു. അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവം മാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്യാമ്പ് രസമാക്കാനായിട്ട് നമ്മൾ പെട്ടെന്ന് മംഗളശ്ശേരി നീലകണ്ഠ കാർത്തികേയൻ അങ്ങനെ കളിക്കുക. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു രസം ഉണ്ടാവും. അതിനു വേണ്ടി ക്യാമ്പ് രസമാക്കണേന്നല്ല, ലാലേട്ടനായിട്ട് നമ്മൾ സ്വഭാവം കൊണ്ടോ രൂപം കൊണ്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, മറ്റുള്ളവർ പറയുന്നു, അങ്ങനെ അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഡയലോഗ് അങ്ങനെ തന്നെ എന്താ പറയാ, മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, പക്ഷെ നമ്മള് മോണോ ആക്ട് എന്നുള്ള പറയുന്നത് പോലെ നമ്മള് ആക്ടിലൂടെ നമ്മളത് ലാലേട്ടന്റെ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ഇത്രയ്ക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു ആളെന്ന് പറഞ്ഞല്ലോ ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇപ്പൊ ലാലേട്ടന്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസോ അല്ലെങ്കിൽ ഒരു ഡ്യൂപ്പായിട്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ചേട്ടൻ അത് ആക്സെപ്റ്റ് ചെയ്യോ? എന്തായിരിക്കും? 100% നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ കാരണം ലാലേട്ടൻ ഇത്രയും വലിയ താരത്തിന്റെ രൂപസാദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ഒരുപാട് എനിക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴല്ല കുറെ നാള്. അപ്പൊ ഞാൻ ജോലിക്കുള്ള നമുക്ക് ജോലി വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ടീച്ചറാണല്ലോ, അപ്പൊ ഒരുപാട് കുട്ടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ റിട്ടയർ കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നു, പെയിന്റിങ്ങിന് ശ്രദ്ധിക്കുന്നു, അതിനോടൊപ്പം തന്നെ ഇതിലുകൊണ്ട് ശ്രദ്ധിക്കുന്നു. അപ്പൊ എന്തായാലും ലാലേട്ടന്റെ ഇതുപോലത്തെ നല്ലൊരു കുറെ വിട്ടുപോയി എന്ന് പറഞ്ഞില്ലേ, ഓഫേഴ്സ് ഒക്കെ വന്നു, അതൊക്കെ വേണ്ടി ചെയ്തില്ല എന്നൊക്കെ. അങ്ങനെ ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ സന്തോഷം ചേട്ടൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.